ഹലോ, എല്ലാവർക്കും SB വ്യൂസ് ആൻഡ് റിവ്യൂസിലേക്ക് സ്വാഗതം. പല തരത്തിലുള്ള ഇൻഷുറൻസുകളെ കുറിച്ച് നമുക്കറിയാം. ഉദാഹരണമായിട്ട് ചില ബാങ്കുകളുടെ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ കിട്ടുന്ന സമയത്ത് അതിനകത്തൊരു ഇൻഷുറൻസ് അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് നൽകിയിട്ടുണ്ടാവും. എന്നാൽ LPG സിലിണ്ടർ ഇൻഷുറൻസിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? അറിയാത്തവർ ഈ വീഡിയോ കാണുക. LPG അപകടങ്ങൾ വളരെ വിരളമാണെങ്കിലും ഇതിൻ്റെ ഇൻഷുറൻസ് സൗകര്യങ്ങളെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. വളരെ സൗകര്യപ്രദമായ ഒരു ഇന്ധനമാണ് LPG. എന്നാലും സൂക്ഷിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ അംഗീകൃത ഗ്യാസ് ഏജൻസികളിൽ നിന്നും ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ള ഏതൊരാൾക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും സൗജന്യമായി LPG അപകട ഇൻഷുറൻസിന് അർഹതയുണ്ട്. ഇതിൻ്റെ ഉത്തരവാദിത്തം ഓയിൽ കമ്പനികൾക്കാണ്. ഗ്യാസ് വിതരണം ചെയ്യുന്ന നമ്മുടെ പൊതുമേഖലാ ഓയിൽ കമ്പനികൾ ഇന്ത്യൻ ഓയിൽ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഭാരത് പെട്രോളിയം എന്നിവയാണ്. ഒരു അപകടത്തിലേക്കായി മൊത്തം അനുവദിക്കപ്പെടുന്ന മാക്സിമം സംഖ്യ എന്ന് പറയുന്നത് 50 ലക്ഷം രൂപയാണ്. ഒരു സംഭവത്തിൽ ഒരു വ്യക്തിയുടെ മരണം സംഭവിച്ചാൽ അതിനുവേണ്ടി അനുവദിക്കുന്ന തുക 6 ലക്ഷം രൂപയാണ്. ഇതിനായി നമ്മൾ പ്രീമിയമായി ഒന്നും തന്നെ അടയ്ക്കേണ്ടതില്ല. നമ്മുടെ ഈ 3 പൊതുമേഖലാ ഓയിൽ കമ്പനികളാണ് ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ് പോളിസി നിർബന്ധമായി നമുക്കായി എടുക്കുന്നത്. ഈ ഇൻഷുറൻസിൻ്റെ പേര് പബ്ലിക് ലയബിലിറ്റി പോളിസി ഫോർ ഓയിൽ ഇൻഡസ്ട്രീസ് എന്നാണ്. ഇത് വ്യക്തിക്കും അവരുടെ സ്വത്തുക്കൾക്കും ബാധകമായ പോളിസിയാണ്. ഈ പോളിസിയെക്കുറിച്ച് എല്ലാ ഉപഭോക്താക്കളെയും അറിയിക്കാനുള്ള ബാധ്യത ഓരോ ഗ്യാസ് ഡീലർക്കുമുണ്ട്. സിലിണ്ടർ പൊട്ടിത്തെറിച്ചുള്ള അപകടത്തിൻ്റെ തുക ഇൻഷുറൻസ് കമ്പനി ഓയിൽ കമ്പനികൾക്ക് നൽകുകയും പിന്നീട് അത് വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഗ്യാസ് സിലിണ്ടർ അപകടമുണ്ടായാൽ ഉടൻ തന്നെ ഡീലർ വഴി ഓയിൽ കമ്പനികളെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം ഉപഭോക്താവിനുണ്ട്. ക്ലെയിം ലഭിക്കുന്നതിന് വേണ്ടി റിപ്പോർട്ടുകളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് തന്നെ നമുക്ക് നൽകേണ്ടി വരും. ഇത് നിങ്ങൾക്കൊരു പുതിയ അറിവായിരുന്നോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ സബ്സ്ക്രൈബും ലൈക്കും ഉണ്ടാവണേ. നല്ല വീഡിയോകളുമായി ഇനിയും ഞാൻ വരാം. അതുവരെ ബൈ.